ക്ഷേത്രം പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിന്ന് അതിന്റെ നിർമ്മിതികളാണെങ്കിലും ക്ഷേത്രത്തിന്റെ എല്ലാ രീതിയിലും ക്ഷേത്രത്തിന്റെ പൂജകളാണെങ്കിലും എല്ലാം ആ പ്രകൃതിയുമായിട്ട് ലയിച്ചു നിന്നാണ് ചെയ്യുന്നത്. പ്രകൃതിക്ക് ദോഷം വരുന്ന ഒരു പൂജാരീതിയോ ഒരു അനുഷ്ഠാനമോ ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ പ്രകൃതിയിൽ നക്ഷത്ര വൃക്ഷങ്ങൾ, ചേട്ടൻ മുമ്പ് ചോദിച്ച പോലെ ഓരോ നക്ഷത്രത്തിനും 27 നക്ഷത്രങ്ങൾ ഉള്ളത്. ആ നക്ഷത്രത്തിന് ഓരോ നക്ഷത്ര ദേവതകളുണ്ട്, ആ നക്ഷത്രത്തിന് നക്ഷത്ര വൃക്ഷങ്ങളുണ്ട്. അപ്പൊ ഈ നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഓരോരുത്തര നക്ഷത്ര വൃക്ഷത്തിനും ആ നക്ഷത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ ആ നക്ഷത്ര വൃക്ഷത്തെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ആ നക്ഷത്ര വൃക്ഷമുള്ള ക്ഷേത്രങ്ങളിലോ ചെന്ന് നമ്മൾ അതിനെ പരിപാലിച്ചാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹം അതിൽ നിന്നും കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ജന്മനക്ഷത്ര വൃക്ഷമുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും അവരവരുടെ നക്ഷത്രത്തെ പൂജിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. പുണ്യാഹജലം അവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ആ പുണ്യാഹജലം എടുത്ത് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച് സാവധാനം ആ നക്ഷത്ര വൃക്ഷത്തിലേക്ക് വെള്ളം ഒഴിക്കുക. നമ്മുടെ ആദ്യ അനുഭവമായിരുന്നു. ഞാനും എന്റെ മകളും അത് ചെയ്തു. മധ്യാഹ്ന സമയത്ത് വടക്കോട്ട് തിരിഞ്ഞു നിന്നും അസ്തമയത്തിന് ശേഷം പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നുമാണ് ആ കർമ്മം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നെയ്വിളക്ക്, പിന്നെ നിലവിളക്ക് സമർപ്പണം, നമ്മുടെ കാണിക്ക പറയാണോ? അതെ അതെ നിറപറ സമർപ്പണം, ധാന്യങ്ങളുടെ സമർപ്പണമുണ്ട്. നെൽപ്പറ, വിൽപ്പറ, നാണയപ്പറ, അൻപൊലിപ്പറ. പിന്നെ നമ്മുടെ ഓച്ചറയെ പോലെ തന്നെ നടക്കി കാളയെ സമർപ്പിക്കുന്ന. അതെ അതെ നന്ദിയേശ സങ്കല്പത്തിലാണ് ആ വാഹനത്തെ, ഭഗവാന്റെ വാഹനമായിരിക്കുന്ന നന്ദിയേശ സങ്കല്പത്തില് ഇവിടെ ഉരുക്കളെ നടക്കിരുത്താനുണ്ട്. ഏകദേശം ഒരു 12ഓളം ഉരുക്കള് നമുക്ക് ഇവിടെ ഭക്തര് കൊണ്ടുതന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പം നടക്കിരുത്തിയിട്ട് പോയാലും അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ക്ഷേത്രമാണ് അല്ലേ? പിന്നെ ഈ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നമുക്കറിയാവുന്നത് അവിടുത്തെ വരുമാനം അപൂർവമായിട്ടാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സൗത്ത് കേരളയിലെ ഈ ഒരു ക്ഷേത്രത്തിൽ, ഇവിടെ വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ സാമ്പത്തികം മുഴുവനും ഇവിടെ വരുന്ന ഭക്തർക്ക് അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഒരു ഭക്തന് 1 രൂപ ആ ഒരു കാണിക്കവഞ്ചിയിൽ ഇട്ടാൽ ആ അവര് പോലും പിന്നെ അവരറിയുന്നുണ്ടായിരിക്കും ഈ കാണിക്കവഞ്ചിയിലുള്ള പണം ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് മേടിക്കാനും അതേപോലെ തന്നെ മറ്റ് സഹായ കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏതൊരു ഭക്തന്റെ ആ ക്ഷേത്ര ദർശനത്തിലൂടെ വരുന്ന ആ ഭക്തൻ 1 രൂപ കൊണ്ട് അവരും കൂടെ അതിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അതെ 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 ഭക്തരുടെ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളും ഫാമിലി ഇഷ്യൂസും അത് കാര്യസിദ്ധിയാണ് ഇവിടെ ഭഗവാൻ അനുഗ്രഹത്തോടെ കൊടുക്കുന്നത്. ഓരോ സഹായം ചെയ്യണമെങ്കിൽ 1 രൂപ മതി. 1 രൂപ മതി. ക്ഷേത്രത്തിൽ വന്ന് കാണിക്കയിട്ടാൽ ആ കാണിക്കയിട്ട ഭക്തനും ആ ഒരു സഹായത്തിന്റെ ഭാഗമാകാൻ പറ്റുന്ന ഒരു സമയം. അപ്പൊ എന്തായാലും പ്രകൃതിയും പ്രപഞ്ചത്തിലെ ഒരു വിസ്മയമായി മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ 1000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന നമ്മുടെ ബുദ്ധ സന്യാസി ബുദ്ധൻ വരെ ഈ വേതാളംകുന്നിൽ വന്നിരുന്ന് ധ്യാനിച്ച ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ വേതാളംകുന്ന് ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് അതിന്റെ അനുഭവം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിരിക്കും ഇവിടെ വരുന്ന ഓരോ ഭക്തനോട് ചോദിച്ചാലും അവർക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ രാവിലെ ഫലം കൊടുക്കുന്നത് ഭഗവാനാണ്. തീർച്ചയായിട്ടും അവരുടെ കർമ്മഫലം അവര് വന്ന് ഭഗവാനെ സേവിക്കുക, ആ സേവനത്തിന്റെ ഫലം തരുന്നത് തീർച്ചയായിട്ടും ഭഗവാനാണ്. ആ ഭഗവാൻ ഇവിടെ വരുന്ന ഭക്തരുടെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ആ ഭക്തര് തന്നെ അനുദിനം പറഞ്ഞു കേട്ടും നിങ്ങളെ പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്ന ഒരുപാട് ഭക്തജനങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിന് ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു കലാകാരനായതുകൊണ്ട് കലാകാരന്മാര് ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ അടുത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു നമുക്കിവിടെ വരണം. അപ്പം കഴിഞ്ഞ കാലങ്ങളിലൊന്നും വരാൻ പറ്റിയില്ല. ഇന്ന് മഴയായിട്ട് 9 മണിയായപ്പോൾ നമ്മളിവിടെ വന്നു.
ഇവിടെ ജലധാരയും പൂർണ്ണകുംഭം അല്ലേ, അതെ അതെ. അതൊക്കെ നമ്മൾ നടത്തി നെയ്കളൊക്കെ ചേർത്തി ഇവിടുന്ന് ഭക്ഷണവും കഴിച്ച് കുറെ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ എടുക്കാൻ കണ്ണൂരിൽ നിന്ന് ഒരു ഫാമിലി വന്നായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരും ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലുള്ള നിങ്ങൾ ചെയ്യുന്ന അത്തരം വീഡിയോകൾ കണ്ടിട്ടാണ് അവർ വന്നത്. അവർക്ക് ഒരുപാട് ഭയങ്കര സന്തോഷമായി. അപ്പൊ അവരെ പോലെ ദൂരദേശത്തു നിന്നും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂര്, പത്തനംതിട്ട, തിരുവനന്തപുരം എന്ന ഭാഗത്തു നിന്നുള്ള ദൂരെ നിന്നുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങൾ മുഖാന്തരം, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് മൂലം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ചെറിയ ബുധനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ക്ഷേത്രം ഇത്ര വലിയ ഒരു മഹാക്ഷേത്രമായിട്ട് മാറിയതിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പങ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനഃശുദ്ധിയും ദേഹശുദ്ധിയും ഉണ്ടെങ്കിൽ കയ്യിൽ ഒരു നാണയം, തീർച്ചയായിട്ടും ഒരു നാണയം ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം പങ്കുവെച്ചാൽ അതിന് പരിഹാരം ഭഗവാൻ നമുക്ക് നൽകുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് പോലും. കാര്യം വളരെ മനസ്സിന് തൃപ്തിയുണ്ട്. ഇവിടുന്ന് പോകാൻ നമുക്ക് മനസ്സ് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും നേരം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന തിരുമേനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും ഈ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഈ ട്രസ്റ്റിനും ഈ ക്ഷേത്രത്തിനും ഒക്കെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. ഓം നമഃ ശിവായ.